ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അനൂപ് സുധാകരൻ്റെ ഓട്ടോയിൽ കയറിയിരിക്കുന്നതാണ്. അല്ല, സാറല്ലേ രാവിലെ പെങ്ങളെ അന്വേഷിച്ച് നടന്നതെന്ന് സുധാകരൻ ചോദിക്കുമ്പോൾ അതേന്ന് അനൂപ് പറയുന്നു. അല്ല, സാറിന് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് സുധാകരൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വഴിയേ പറയാമെന്ന് അനൂപും പറയുന്നു. കുറെ നേരമായല്ലോ സാറിങ്ങനെയായിട്ട് ചുറ്റിക്കാൻ തുടങ്ങിയിട്ട്, സാറിന്റെ പ്രശ്നം എന്താണെന്ന്, സാറിന് എവിടെയാണ് പോകേണ്ടതെന്നും സുധാകരൻ ചോദിക്കുമ്പോൾ അനൂപ് പറയുകയാണ്. നീ രാവിലെ എൻ്റെ പെങ്ങളെ എവിടെയാണോ കൊണ്ടുവിട്ടത് അവിടെ തന്നെയാണ് എനിക്കും പോകേണ്ടത്. എൻ്റെ ഓട്ടോയിൽ അങ്ങനെ പലരും കയറാറുണ്ട്. അവരൊക്കെ എവിടെ പോയെന്ന് ഞാനെന്തിനാ അന്വേഷിക്കുന്നത്? തുടർന്ന് അനൂപ് വീണ്ടും അയാളോട് വടക്കിനെ ചെല്ലുമ്പോഴേക്കും അർച്ചനയെ ബസ് സ്റ്റാൻഡിലാണ് കൊണ്ടുവിട്ടതെന്ന് അയാൾ അനൂപിനോട് പറയുന്നു. കോട്ടപ്പുറം ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ബസ്സിലും അവൾ കയറി പോയിട്ടില്ല. നീ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടും വിട്ടിട്ടില്ല. തുടർന്ന് സുധാകരനെ തല്ലി ചതയ്ക്കുകയാണ് അനൂപ്. സാറേ, ഇനി എന്നെ തല്ലരുത്. അവള് സൂപ്പർ മാർക്കറ്റ് വിമലയുടെ വീട്ടിലാണ് ഉള്ളത്. അതേസമയം കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വിമല. നിന്നെ തിരക്കി ആരും വരില്ലല്ലോ അല്ലേ എന്ന്. ഇല്ലെന്ന് അർച്ചന പറയുന്നു. അല്ല, നിന്നെ സഹായിക്കാൻ ആരാ ഉള്ളത്? ഇവിടെ നിന്ന് നീ നേരെ എങ്ങോട്ടേക്കാ പോകാൻ പോകുന്നത്? അങ്ങനെ ചോദിച്ചാൽ ആരുമില്ല. എന്തെങ്കിലും വഴി കണ്ടെത്തണം. സത്യം പറഞ്ഞാൽ മോളിങ്ങനെ ഇറങ്ങിപ്പോന്നത് ശരിയായില്ല. തിരിച്ചു പോണമെന്ന് വിമല പറയുമ്പോൾ അതിന് ഒരിക്കലും നടക്കാനേ പോകുന്നില്ലെന്ന് അർച്ചന പറയുന്നു. ഇനിയുള്ള കാലം എന്റെ കുഞ്ഞിനെ വളർത്തുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യമെന്ന് അർച്ചന പറയുമ്പോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞ് കരയുകയാണ്. തുടർന്ന് വിമല ചെന്ന് കുഞ്ഞിനെ എടുക്കുന്നു. കേരളത്തിന്റെ പുറത്തെവിടെയെങ്കിലും ഞാൻ നിനക്കൊരു ജോലി ശരിയാക്കി തരാം. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, എൻ്റെ അമ്മയും ചേച്ചിയെ പോലെയാണ്, ഇതുപോലെ ഒരുപാട് സംസാരിക്കും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ഒരു ഓട്ടോ വന്നു നിൽക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. തുടർന്ന് ജനാലയിലൂടെ നോക്കുന്ന അർച്ചന സുധാകരനൊപ്പം അനൂപിനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അർച്ചന വിമലോട് പറയുകയാണ്, ചേച്ചി, എൻ്റെ ഏട്ടനാണ് എന്നെ തിരക്കി വന്നിരിക്കുന്നത്. എന്തൊക്കെ വന്നാലും എന്നെ അവരുടെ കൂടെ വിടരുത്. തുടർന്ന് വിമല മറ്റൊരു സ്ത്രീയെ വിളിക്കുകയും അവരുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുകയും വസ്ത്രം മാറി ഇവിടേക്ക് വന്നിരിക്കാനായി പറയുകയും ചെയ്യുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് അവർ അർച്ചനയെ ഒരു മുറിയിലിട്ട് പൂട്ടുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അനൂപിനെ കാണാനായി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വിമല. കുറച്ചു മുമ്പ് ആ ഓട്ടോക്കാരൻ സുധാകരൻ ഒരു പെൺകുട്ടിയെയും കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വിട്ടില്ലേ? ഞാൻ അവരെ തിരക്കിയാണ് വന്നത്. അതിന്റെ സഹോദരിയും കുഞ്ഞുമാണ്. എനിക്ക് നിങ്ങളോട് തർക്കിക്കാനൊന്നും സമയമില്ലെന്ന്. എത്രയും പെട്ടെന്ന് അവരെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിടാനും അനൂപ് പറയുന്നു. നിങ്ങൾ അറിഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അവള് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് വിശ്വാസമില്ലെന്നും എനിക്ക് ഈ വീട് മുഴുവനൊന്ന് പരിശോധിക്കണമെന്നും അനൂപ് പറയുന്നു. ഇതെല്ലാം കേട്ട് പേടിയോടെ നിൽക്കുകയാണ് അർച്ചന. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാണെന്നും അതൊന്നും ഇവിടെ പറ്റില്ലെന്നും വിമല പറയുമ്പോൾ അതൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് അനൂപ് പറയുന്നു. തുടർന്ന് അകത്തേക്ക് കയറി അനൂപ് ഒരു മുറി തുറക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ കുഞ്ഞിന് പാല് കൊടുക്കുകയായിരുന്നു. ഒരു മര്യാദ ഇല്ലാതെയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇറങ്ങിപ്പോകാനായി ദേഷ്യത്തോടെ പറയുകയാണ് വിമല. തുടർന്ന് അർച്ചനയുള്ള മുറിയുടെ വാതിൽക്കൽ എത്തുമ്പോഴേക്കും ആ മുറി തുറക്കരുതെന്ന് വിമല കട്ടായം പറയുന്നു. ഇതിന്റെ അകത്ത് സുഖമില്ലാതെ കിടക്കുന്ന എന്റെ ചേച്ചിയാണെന്നും ഞാൻ തുറക്കാൻ സമ്മതിക്കില്ലെന്നും വിമല പറയുന്നു. അതൊന്നും പറ്റില്ലെന്നും എനിക്ക് എന്താണെങ്കിലും തുറന്നു കാണണമെന്ന് അനൂപും പറയുന്നു. തുടർന്ന് അനൂപ് ആ മുറിയിൽ കയറി ചുറ്റും നോക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അർച്ചന. എന്റെ അനിയത്തിക്കും കുഞ്ഞിനും നിങ്ങൾ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒരു വരവ് കൂടി ഇങ്ങോട്ടേക്ക് വരും. നിങ്ങളെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് അനൂപ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അർച്ചന കട്ടിലിന്റെ അടിയിൽ നിന്നും എഴുന്നേറ്റ് അവിടെ നിൽക്കുമ്പോഴാണ് വിമലയുടെ സഹോദരി അർച്ചനയെ അടുത്തേക്ക് വിളിക്കുന്നത്. നീ ഏതാ കുഞ്ഞെ? ആരാ വന്നതെന്ന് അവര് ചോദിക്കുമ്പോ എന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എന്റെ ഏട്ടനാ വന്നതെന്ന് അർച്ചന പറയുന്നു. എങ്കിലേ നീ അവന്റെ കൂടെ പോകാതിരുന്നത് വലിയ അബദ്ധമായി പോയി കുഞ്ഞെ. അയാളുടെ കൂടെ പോകുന്നതായിരുന്നില്ലേ നല്ലത്? പുറത്ത് നീയൊരു സ്ത്രീയെ കണ്ടില്ലേ വിമല? അവളുടെ മൂത്ത ചേച്ചിയാണ് ഞാൻ. പക്ഷേ അവൾക്ക് അങ്ങനെ ഒരു വിചാരം പോലുമില്ല. വയ്യാതായപ്പോ എന്നെ ഈ മുറിയിൽ കൊണ്ടുവന്ന് അടച്ചിട്ടതാണ്. മോളെ, ഇത് നിനക്ക് പറ്റിയ സ്ഥലമല്ല. എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കോ. അവള് നീ കരുതുന്നത് പോലെയല്ല. പിശാജാണ്, പിശാജ് എന്നൊക്കെ അവർ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.